ഹലോ പെറ്റ് ലവേഴ്സ്, പെറ്റ് സിറ്റിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പാർവോ വൈറസ്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇത് മെയിനായിട്ട് ഡോഗ്സിലാണെങ്കിലും പക്ഷേ കാറ്റിലും കൂടി ഈ അസുഖം വരുന്നുണ്ട്. കാറ്റിൽ വരുന്നത് വൈറസ് വ്യത്യാസം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെയിം തന്നെയായിരിക്കും. അതായത് ഒരു ഡോഗ്സിന് വരുന്ന അതിൻ്റേതായ സെയിം ലക്ഷണങ്ങൾ തന്നെയാണ് കാറ്റിന് കാണിക്കുന്നത്. മെയിനായിട്ട് അവർക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും. തുടക്കത്തിൽ ഭക്ഷണം കഴിക്കാൻ കുറവായിരിക്കും, ഭക്ഷണം കഴിക്കൽ കുറഞ്ഞു വരും, പിന്നെ വയറിളക്കം ഉണ്ടായിരിക്കും, വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും. ഇതാണ് മെയിൻ ലക്ഷണങ്ങൾ. ഈ സെയിം തന്നെയാണ് ഒരു പൂച്ചയുടെ സിറ്റുവേഷനിലും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മൾ അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ നടക്കുന്നതിനായിട്ട് ഭേദം അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മൾ ഈ വൈറസ് അധികവും കയറി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മാസത്തിൽ താഴെയുള്ള പപ്പീസിനാണ് കൂടുതലായിട്ട് വരുന്നത്. മെയിനായിട്ട് കറക്റ്റ് വാക്സിനേഷൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. വാക്സിൻ ചെയ്ത ഡോഗ്സിനും വരും, പക്ഷേ വാക്സിൻ ചെയ്ത ഡോഗിനാവുമ്പോൾ നമുക്കത് റിക്കവറി ആക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയും, അതിൻ്റേതായ സപ്പോർട്ട് കൊടുത്തിട്ട്. മെയിനായിട്ട് ഈ പാർവോ വൈറസ് വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് ലൂസ് മോഷനും വൊമിറ്റിങ്ങും ആണല്ലോ. ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് മെയിനായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അംശം കൂടിയ, അതായത് കരിക്കും വെള്ളം കൊടുക്കാം, ഐസിട്ട വെള്ളം കൊടുക്കാം, ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാം. പക്ഷേ കൂടുതൽ മെയിനായിട്ട് ഡോഗ്സിനും കാറ്റിനും ആയിട്ട് വരുന്ന ഒരു സപ്ലിമെൻ്റ് ഉണ്ട്, ഓർഡിലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓർഡിലൈറ്റ് ഈ ഒരു ഐറ്റം നല്ല റിസൾട്ട് ഉള്ളതാണ്. അതായത് പാർവോ വന്ന ഈ സാധനം കൊടുത്തൊരു ഇതെല്ലാവർക്കും ഈ സാധനം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രൊഡക്റ്റ്. ഇതൊരു 35 രൂപ ഒരു ചെറിയൊരു പാക്കറ്റിന് വരുന്നുള്ളൂ. ഇത് കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല റിക്കവറി ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സപ്പോർട്ടായിട്ട് വാക്സിനും കാര്യങ്ങളൊക്കെ ചെയ്യണം റിക്കവറി ചെയ്യാനുള്ളത്. അത് വന്ന ഡോഗിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമുക്കിത് വരാണ്ടിരിക്കാനായിട്ട് ഒരു പപ്പിക്ക് കൊടുക്കേണ്ട വാക്സിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പപ്പീനെ നമ്മളിപ്പോൾ ഒരു പുതുതായി മേടിക്കുമ്പോൾ വാക്സിൻ ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊക്കെ അത് ഒരു വർഷത്തിൽ അപ്ഡേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പറയാനുള്ളത് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിനെ കൊണ്ട് പുറത്തേക്ക് വാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പൊതുവെ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു അസുഖം വന്ന ഡോഗ് പുറമേ ഉള്ള ഡോഗ്സ് ഒക്കെ ഒരുപാട് മോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. അവിടെയൊക്കെ ഈ വൈറസിന്റെ അംശം ഉണ്ടായിരിക്കും. അത് നമ്മളെ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെയിനായിട്ട് നമ്മൾ സാധനങ്ങൾ തൊട്ട് നോക്കണ പോലെ അല്ലെങ്കിൽ എടുത്ത് നോക്കണ പോലെ ഡോഗ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്മെല്ലിംഗ് ആണ് അവരുടെ. അവർ സ്മെല്ല് ചെയ്തിട്ടാണ് നോക്കുക. അതിൽ കൂടെ ഇവരുടെ ബോഡിയിലേക്ക് കയറും കൂടുതലായിട്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ വാക്കിങ്ങിന് കൊണ്ടുപോയില്ലെങ്കിലും കൂടി വീട്ടിലേക്ക് വരാൻ ഇപ്പം നമ്മൾ പുറത്ത് പോകും, നമ്മളെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ കയറി പിടിച്ചിട്ട് അങ്ങനെ വൈറസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, വാക്സിനേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. കറക്റ്റായിട്ട് വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ പറ്റും നമുക്ക്. പിന്നെ നല്ല രീതിയിൽ അവർക്കുള്ള സപ്ലിമെൻറ്റ് മരുന്നുകൾ, അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫുഡ് കൊടുക്കുക. അപ്പോൾ ഒരു പരിധി വരെ ഇത് കുറയും. ഈ പാർവോ വൈറസ് വരുമ്പോൾ ലൂസ് മോഷൻ വരുമെന്ന് പറഞ്ഞല്ലോ. ലൂസ് മോഷൻ വരുന്നത് ഇവർ മെയിനായിട്ട് ഈ അസുഖം അവരെ ബാധിക്കുന്നത് അവരുടെ ദഹന പ്രക്രിയയ്ക്കാണ്. ശരീരത്തിൻ്റെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളെല്ലാത്തിനും ഇത് ബാധിക്കുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഈ മോഷനിൽ കൂടെ പോകുന്ന ബ്ലഡ് അവരെ ആ ലിവർ, കിഡ്നി അങ്ങനെയുള്ള ആന്തരികങ്ങൾ ജസ്റ്റ് ഇതായിട്ട് പോണതാണ്. അതാണ് ആ ബ്ലഡ് ആയിക്കോടെ പോകണം. അവർക്ക് ആ സമയത്ത് ഒരിക്കലും ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എത്ര അവർക്ക് ഭക്ഷണം ഇതാക്കിയാലും അവർ കഴിക്കില്ല. തുടക്കത്തിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കുടിക്കുമെങ്കിലും പിന്നെ അതുകൊണ്ട്. അപ്പം നമ്മൾ മാക്സിമം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു ഐറ്റം കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിക്കവറി ആയിട്ട് വരും. അത് അതായത് അവരുടെ ബോഡിയിലേക്കുള്ള എനർജി കാര്യങ്ങൾ ക്ലിയർ ആവും, പെട്ടെന്ന് ഡെഡായി പോകില്ല. ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ മാക്സിമം 2-3 ദിവസത്തിനുള്ളിൽ ഒരു പപ്പി ആണെങ്കിലും അഡൾട്ട് ഡോഗ് ആണെങ്കിലും ഡെഡാവും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ചെറുതായിട്ട് കാണിച്ച് തുടങ്ങുമ്പോഴേ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം ഡോഗ് ഉണ്ടെങ്കിൽ ഇത് ചെറിയ ലക്ഷണം കാണുമ്പോൾ തന്നെ ഡോഗ്സിനെ മാറ്റുക. അതല്ലെങ്കിൽ ഇതിൻ്റെ വൈറസ് എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് ഡോഗാണെങ്കിലും കാറ്റാണെങ്കിലും പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.